മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. എനിക്ക് ആസിഫലിയുടെ കരിയർ ഗ്രാഫ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സൈൻ വേവ് ആണ്, ശ്രദ്ധിച്ചറിയാം. സൈൻ വേവിനാണ് എപ്പോഴും എനിക്ക് താല്പര്യം. പക്ഷേ ചേട്ടാ നാച്ചുറലി പുള്ളി പൾസ്മാൻ എന്ന് ഞങ്ങളുടെ വിളിക്കും. എന്തൊക്കെ ക്രിറ്റിസിസം വന്നാലും തിയേറ്ററിലൊക്കെ പടം പഠിക്കാൻ അറിയാം. ഹ്യൂമർ ചെയ്യാൻ അറിയാത്തതൊരു ട്രോമയായിട്ട് ഇപ്പോൾ ഉണ്ട്. ടൈമിങ് ഏതാ വർക്കാവും. എൻ്റെ ബെഞ്ച് മാർക്ക് ഇരിക്കുന്നത് 85 തൊട്ടുള്ള പ്രിയൻ സാർ, ശ്രീനി സാർ, സിദ്ദിഖ്ലാൽ സാറിൻ്റെ ആണ് എൻ്റെ. അന്നാ വളരെ നല്ല ലൈൻസ് ഉള്ളത് എല്ലാം ഉണ്ടല്ലോ. ഈ കഥാപാത്രം മുകേഷ് ഏട്ടനായിരുന്നു ഞാൻ ചെയ്തത്. എൻ്റെ വേഷം ബേസിലിൻ്റെ വേഷമായിരുന്നു. മകൻ സെക്കൻഡ് ഹാഫ് വന്നോടെ BS വളരെ അപ്സെറ്റ് ആയിരുന്നു. ഈ ചുമ്മാ കട്ട് പിടിച്ചിട്ട് ഇവിടെ നിന്നിരിക്കുമ്പോൾ ഞാൻ വളരെ ലൂസായിട്ട് പറയുന്നു, ഇതൊക്കെ എന്താ അവിടെ തന്നത്. ഇപ്പം അജുവിൻ്റെ 15-ാം വർഷം എന്ന് പറയുമ്പം ഇതിലൊരു ഒരുപാട് കളക്റ്റീവായി ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ കോർത്ത് വരുന്ന ആളുകളാണല്ലോ. അതേ ജേണി അതേ കോളേജിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്ത ആളാണ് വിനീത്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എത്തുമ്പോഴുള്ളൊരു വേറൊരു സന്തോഷം എന്ന് വെച്ചാൽ രണ്ടുപേരും അവരുടെ ട്രാക്ക് മാറിയ സിനിമ പോലും ചെയ്യുന്നത്. ഞാൻ വർഷങ്ങൾക്ക് ശേഷം വിയോജിപ്പായിട്ടുള്ള ഏരിയയൊക്കെ പുറത്തും വിനീത് പോലും കംഫർട്ട് സോണിൽ നിന്ന് ജമ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അജു രണ്ട് തരത്തിലും, അതായത് അജുവിൻ്റെ ഒരു ക്യാരക്ടർ കമുകറ ജൂനിയർ സീനിയർ നോക്കി കഴിഞ്ഞാൽ ഒന്ന് അജു മുമ്പ് ചെയ്തതിൻ്റെ കുറച്ചുകൂടി ഷെയ്ഡിലുള്ള ക്യാരക്ടറാണ്. അച്ഛൻ ക്യാരക്ടർ അങ്ങനെയല്ല, വേറൊരാളായിട്ടാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഒരു 15 വർഷത്തെ ജേണി എങ്ങനെയാണ് കാണുന്നത്, വിനീതും അജുവും വന്ന വഴി? ഒരു ഐഡിയ ഇല്ലാത്ത ഒരു നമുക്കിഷ്ടപ്പെട്ട മാധ്യമത്തിലൂടെ നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരാളോടത്ത് ഞാൻ കാണിക്കേണ്ട മിനിമം മര്യാദയായിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറയുന്നത് കേൾക്കുക. ബാക്കി എല്ലായിടത്തും ഞാൻ ചിലപ്പോൾ അലമ്പാം. എനിക്ക് ഒരാളോടും ചിലപ്പം നന്ദി ഉണ്ടാവാം, കടപ്പാടില്ല. എനിക്ക് കടപ്പാട് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിനോടും ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ദിലീപേട്ടനോടും മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. കാര്യം ഫസ്റ്റ് തന്നത്, ബാക്കി എല്ലാവരും ആഫ്റ്റർ ദിസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പല കാര്യങ്ങളും സൈലൻ്റ് ആണ് പുള്ളിയോട്. കേൾക്കുക, ഞാൻ റിസീവിങ്ങേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പം എൻ്റെ അഭിനയത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു വിനീത് അഭിനയിച്ചൊരു കാര്യത്തെക്കുറിച്ച് കമൻറ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു കേരള ക്രൈം ഫയൽസ് മാത്രമേ ഉള്ളൂ ഇത്രയും കാലത്തിൽ. അതെനിക്ക് വളരെ സ്പെഷ്യലായിരുന്നു ആ കോള്. അത് ഇന്ന് ഓർക്കുന്നുണ്ട്. ദിലീഷ് ഏട്ടൻ വിനീത് ഒരു ദിവസം വിളിച്ചത്. അപ്പോൾ ദിലീഷ് ഏട്ടൻ ഇത്രയും വർഷം കഴിഞ്ഞ് ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. വിനീതും വിളിച്ചു. ഹെലൻ ചെയ്ത മാത്തുക്കുട്ടി, കാരണം അയാൾക്കും അത് സ്പെഷ്യൽ. അയാളാണ് ആദ്യമായിട്ട് വേഷം ഇടിച്ചത്. നോർമൽ ക്യാരക്ടർ അല്ലാതെയാണല്ലോ, ഒരു നെഗറ്റീവ് ആയിരുന്നല്ലോ. അപ്പം അതെനിക്ക് വളരെ സ്പെഷ്യലായിരുന്നു വിനീതിൻ്റെ ആ കോൾ. പിന്നെ ഞങ്ങൾ സിനിമ ഇപ്പോൾ ചെയ്യുമ്പോൾ തട്ടം ചെയ്തപ്പോഴും സെൽഫി ചെയ്തപ്പോഴും ജേക്കബിൽ AD ആയിട്ട് വർക്ക് ചെയ്തപ്പോഴും മലർവാടി ഞാൻ കൂട്ടുന്നില്ല. കാര്യം നമുക്ക് ടോട്ടൽ ബ്ലൈൻഡ് ആണ്. ബാക്കി എല്ലാ സമയത്തും എനിക്ക് ഭയമുണ്ട്. സൗഹൃദ അതായത് ഞാൻ പറഞ്ഞ ഇക്വേഷൻ മാറിപ്പോയി. പുള്ളി എനിക്ക് പേടിയുണ്ട്. പേടി ഇൻ ദ സെൻസ് അത് ഔട്ട് ഓഫ് റെസ്പെക്റ്റ് ആണ്. സെറ്റിലെ സമയത്ത് ഞാൻ പൂർണ്ണമായിട്ടും പുള്ളി പറയുന്നത് കേൾക്കാറുള്ളൂ. ഇൻഫാക്ട് ഞാൻ സജഷൻ പോലും പറയാറില്ല. ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ഞാൻ ചോദിക്കാറില്ല. പിന്നെയും ഞാൻ ചോദിച്ചത് വർഷങ്ങൾക്ക് ശേഷത്തിലാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ ഓർക്കുന്നത് ഹൃദയത്തിൽ ഒരു ഷോട്ട്, ബസ്സിൽ ഞാൻ പ്രണവനെ ആദ്യമായിട്ട് കാണുന്ന ഷോട്ട്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഞാൻ നന്നായിട്ടൊക്കെ അഭിനയിക്കാൻ വേണമെങ്കിൽ ഇത് എനിക്ക് ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ BS പറഞ്ഞു, എടാ അത് വേണ്ട, നീ അങ്ങ് ഫ്രീ ആയിട്ട് ചെയ്യും, ഇളകിയാട്. അപ്പം എൻ്റെ മനസ്സിൽ ഇളകിയാടുമ്പോൾ ഇവിടെ കോക്ക് അവിടെ വറ്റി എല്ലാവരും കൂടെ എന്നെ എടുത്ത് ഏറി കയറ്റുന്നു എന്നാണ് എൻ്റെ മനസ്സിൽ. നമ്മളിങ്ങനെ പോവുമല്ലോ ഓരോരുത്തർ. അപ്പം ശരി, പുള്ളി പറഞ്ഞല്ലോ, ഞാൻ വീറ്റോ ചെയ്യാൻ നിന്നില്ല. ഞാൻ പതിവ് താളത്തിൽ ചെയ്തു. അപ്പം ഞാൻ കണ്ട കാഴ്ചയെ പഠിച്ചേട്ടാ, അത് ബസ്സിൻ്റെ അകത്താണ്. അപ്പം പുള്ളിക്ക് മോണിറ്റർ ഇതേ ഉള്ളൂ കയ്യിൽ, അല്ലാതെ എല്ലാവരും വന്ന് കാണുന്ന പരിപാടി. പുള്ളി അതിൽ ഞാൻ നോക്കുമ്പോൾ പ്ലേ ബാക്ക് കിടക്കുക, ഇത് ആസ്വദിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തന്നെ തോന്നിപ്പോയി പുള്ളി ആത്മാർത്ഥമായിട്ട് എന്നെ ആസ്വദിക്കുന്ന അതിലാണ്. പിന്നെ എന്തിനാ ഞാൻ വേറെ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്നെ കൊണ്ടുവന്ന ആളാണ്. അയാൾക്കറിയാമല്ലോ പുള്ളിക്ക് എന്താ വേണ്ട ഈ പടത്തിൽ. ഞാൻ പിന്നെ ഒന്നും മിണ്ടില്ല, ഓവറാക്കലോ. വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ വേറൊന്നുമല്ല, എനിക്കിതിൽ രണ്ട് കഥാപാത്ര വേഷങ്ങളായിട്ട് തോന്നി. കോമഡി അല്ലാത്ത
ഇതിന്റെ ആദ്യത്തെ കാസ്റ്റിംഗ് ഇപ്പം ലാൽ സാർ പറഞ്ഞുകൊണ്ടറിയാം, പറഞ്ഞിട്ടുണ്ട്. മോഹൻലാൽ ശ്രീനിവാസൻ സാറും മോഹൻലാൽ സാറും ആയിരുന്നു മെയിൻ സെക്കൻഡ് ഹാഫിൽ അല്ലേ? സെക്കൻഡ് ഹാഫിൽ. അപ്പോൾ ഈ കഥാപാത്രം മുകേഷ് ഏട്ടനായിരുന്നു. ഓ ഞാൻ ചെയ്തത്. എൻ്റെ വേഷം ബേസിലിന്റെ വേഷമായിരുന്നു. അപ്പൊ നാച്ചുറലി ഇവര് വന്ന എനിക്ക് ബേസിലിന്റെ പറ്റില്ല, അവരെക്കാളും ചെറുപ്പം. എല്ലാവർക്കും അറിയാലോ ഞാൻ ഇവരെക്കാളും പ്രായമുള്ള ആളാണ്. അപ്പൊ നാച്ചുറലി മുകേഷ് ഏട്ടൻ്റെ വേഷമാണ് എനിക്ക് വന്നതെന്ന് തോന്നുന്നു. അപ്പൊ മുകേഷ് ഏട്ടനാണ് തോന്നുന്നു, നല്ല ഓർമ്മ വെച്ചിട്ട്. അപ്പം എനിക്കറിയാം അത് മുകേഷ് ഏട്ടനെ പോലെ ഒരാൾക്ക് കൊടുത്ത വേഷം, നമ്മൾ അതിനോട് നീതി പുലർത്തണം. അത് തമാശ ആ പുള്ളി ചെയ്താൽ എത്തുന്ന ഞാൻ ചെയ്താൽ എത്തൂല. അങ്ങനെ ഞാൻ തമാശ ചെയ്താൽ എത്തില്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന പുതിയൊരു എസ്കേപ്പിസമാണ്. വളരെ നോർമലായിട്ട് പറയും, അറ്റ്ലീസ്റ്റ് തമാശ പാടില്ല, കാര്യം വ്യക്തമാവുകയും ചെയ്യുമല്ലോ. അതിനാ ചിലപ്പോൾ അതിനൊരു വേറെ ഈ ലുക്കൊക്കെ ചെയ്യുമ്പോൾ വേറൊരു സ്വഭാവം കിട്ടും. അങ്ങനെ അച്ഛനൊക്കെ അങ്ങ് സേഫായി പോയി. മകൻ സെക്കൻഡ് ഹാഫ് വന്നോടെ BS വളരെ അപ്സെറ്റ് ആയിരുന്നു. ഈ ചുമ്മാ കട്ടുപിടിച്ചിട്ട് ഇവിടെ നിന്നിരിക്കുമ്പോൾ ഞാൻ വളരെ ലൂസായിട്ട് പറയുന്നു, ഇതൊക്കെ എന്താ അവിടെ തന്ന. അപ്പം അവിടെ പോയി ആക്ഷൻ വിളിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് പിടിക്കും, ഞാനങ്ങ് ഒതുങ്ങും. കാര്യം ഓവർ ആക്ടിങ് ആയി പോകും. അതിൽ ഓവർ ദ ടോപ്പ് ചെയ്യേണ്ട ഒരാള് അജുവാണ്. ബാക്കി ധ്യാനം പ്രണവൊക്കെ ഒരു ഏജ്ഡ് ഇതിലേക്ക് പോയി കുറച്ചുകൂടി ലോക്ക്ഡ് ആയ പെർഫോമൻസ്. ഒരു തിരക്കഥയെ നോക്കുമ്പം തിരക്കഥാകൃത്ത് അതായിരിക്കും മീറ്റർ വെച്ച് ബാലൻസ് ചെയ്യാൻ വെച്ചേക്കുന്നത്. ഇവിടെ ഞാൻ പോയി സട്ടിലാക്കാൻ ഹൃദയത്തിലും അതാ ആ സെക്കൻഡ് ഹാഫിൽ എന്റെ എൻട്രി നിങ്ങളുടെ കോമ്പിനേഷൻ അങ്ങനെ ലൗഡർ ആണല്ലോ. അപ്പൊ പുള്ളി ഉദ്ദേശിച്ച പീക്കായി. ഇവിടെ വന്ന് ഞാൻ വളരെ ബിഹേവ് ചെയ്തൊക്കെ നിന്ന കാര്യമില്ലല്ലോ. ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ഒരു മീറ്റർ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. പിന്നെ പുള്ളി ഇത് എന്നോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഇതിപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, ഓവറാക്കിയ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ ഒരു ഹോസ്പിറ്റൽ സീനുണ്ട് എനിക്ക് സാറ്റലൈറ്റ് വിചാരിച്ചു, എന്നാ അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് കിട്ടുന്ന ഫോണൊക്കെ എറിഞ്ഞ് മുണ്ട. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നന്നാ ഓവറാക്കാം. പക്ഷേ ചേട്ടാ നാച്ചുറലി പുള്ളി പൾസ്മാൻ എന്ന് ഞങ്ങളുടെ വിളിക്കും. എന്തൊക്കെ ക്രിറ്റിസിസം വന്നാലും തിയേറ്ററിലൊക്കെ പടം പഠിക്കാൻ അറിയാം. അപ്പം തിയേറ്ററിൽ ഞാനിത് കണ്ടപ്പം നാച്ചുറലി വൻ കൈയടിയായിരുന്നു. എത്ര ഫണ്ണ് വർക്കായത് ഈ പറഞ്ഞ അജുവായി പോയ അല്ലേ, ആ മീറ്ററിലേക്ക് തിരിച്ചു വന്ന. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് എപ്പോഴും എപ്പോഴും ആക്ടർ ആവരുത്, പെർഫോമൻസും വേണം. ചില സമയത്ത് നമുക്ക് പെർഫോം ചെയ്താൽ മതി, നമ്മളുടെയും കൂടി ഒരു ബോഡി ഇമേജ് വെച്ചോണ്ട്. എപ്പോഴും ഭയങ്കര നടനാവുന്നത് അല്ലല്ലോ നമ്മളെ വിളിക്കുന്നത്. അതും ഒരു ലേണിംഗ് ആയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വേഷം, പടത്തിന് വന്ന ക്രിറ്റിസിസം ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എൻ്റെ വേഷം വളരെ നല്ല വേഷമാണ്, വളരെ കുറേ പേര് ആ ക്യാരക്ടറിൻ്റെ റിട്ടേൺ എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സ്പെഷ്യലായിട്ട് ആ സിനിമ. മാത്രമല്ല അത് പുള്ളിയുടെ വൈയായികയൊക്കെ വെച്ച് അത് ട്രാൻസിഷനുള്ള ക്യാരക്ടർ ഉണ്ട്. ഇൻഫാക്ട് എനിക്ക് ഹൃദയത്തെക്കാളും സിനിമ എനിക്ക് വർഷങ്ങൾക്ക് ശേഷം ഇഷ്ടം. എന്തൊക്കെ ട്രോൾസ് വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് കാര്യം എൻ്റെ ഹോസ്റ്റലിൽ ഇതല്ലായിരുന്നു ഹൃദയം. ഇത് കുറച്ചും കൂടി കുറച്ച് പോളിഷ്ഡ് ആയിരുന്നു ഇപ്പൊ കാണിച്ചത്. എനിക്ക് സിനിമ വൈസ് ഇതാണ് എനിക്ക്. ഇതിൽ തന്നെ ചോദിക്കുകയാണെങ്കിൽ ഇതൊരു ശരിക്കും ഒരു ആക്ടർ നേരിടുന്ന കൺഫ്യൂഷനാണല്ലോ. ഇപ്പം സെലിം കുമാർ തന്നെ ഒരിക്കൽ പറയാണ്, ഈ ഹ്യൂമർ ഏറ്റവും കൂടുതൽ ചിരി വരുന്നത് ഹ്യൂമറിനാണ്, ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്ന ഹ്യൂമറിനാണ്. ആളുകൾ ഹാപ്പിയായി തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ തന്നെ റീസൺ ഹ്യൂമറാണ്. പിന്നെ അസാധ്യ ടൈമിങ്ങുമാണ്. എപ്പോഴും ആളുകൾ പറയുകയാണ് ഹ്യൂമറിൻ്റെ ടൈമിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന്. പക്ഷേ ഹ്യൂമർ ചെയ്യുന്നവരെ ആ ക്യാരക്ടറിനെ കണക്ട് ചെയ്ത് മണ്ടന്മാരായി കാണുന്നൊരു സംഗതി ഉണ്ടെന്ന് സെലിം കുമാർ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം സെലിം കുമാർ, ഇന്ദ്രൻസ്, സുരാജ് അടക്കമുള്ളവരൊക്കെ ഹ്യൂമറിൽ നിന്ന് ക്യാരക്ടർ റോളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. പക്ഷേ ചിലർക്കെങ്കിലും വരുന്ന കൺഫ്യൂഷൻ, എനിക്കൊന്ന് അജു തന്നെ ഒരിക്കലും ഷെയർ ചെയ്തിട്ടുള്ള സാധനമാണ്. കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ് റോളിലേക്ക് പോയിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്യണോ, ബാക്ക് ടു മറ്റേ ഹ്യൂമർ റോൾ ചെയ്യാതിരിക്കണോ, അല്ലെങ്കിൽ ഹ്യൂമർ റോൾ ഇനി ആളുകൾ വിളിക്കില്ലേ എന്നുള്ളത് എല്ലാ ആക്ടറും ഷെയർ ചെയ്യുന്നൊരു കൺഫ്യൂഷനാണ്. ഹ്യൂമർ റോൾ ചെയ്യുക എന്നുള്ളത് ഹ്യൂമറും കൂടെ ചെയ്യണം എന്ന തോന്നൽ വരാതിരുന്നിട്ടുണ്ട് എപ്പോഴും. ഹ്യൂമർ ഇവിടെ പോസ് ചെയ്തേക്കാം, ഇനി സീരിയസ് മാത്രം ചെയ്യാം, ബാക്ക് ടു ഹ്യൂമർ ഇല്ല. അത് ഒരു കൺഫ്യൂഷനോ ട്രോമയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇല്ല, ഹ്യൂമർ ചെയ്യാൻ അറിയാത്തതൊരു ട്രോമയായിട്ട് ഇപ്പോൾ ഉണ്ട്. ടൈമിങ് ഏതാ വർക്കാവും. എൻ്റെ ബെഞ്ച് മാർക്ക് ഇരിക്കുന്നത് 85 തൊട്ടുള്ള പ്രിയൻ സാർ, ശ്രീനി സാർ, സിദ്ദിഖ്ലാൽ സാറിന്റെ ആണ് എൻ്റെ. അത് ലൗഡർ ആൻഡ് ഓവർ ദ ടോപ്പിന്റെ അങ്ങാണ്. അന്നാ വളരെ നല്ല ലൈൻസ് ഉള്ളത് എല്ലാം ഉണ്ടല്ലോ. അതാണ് എൻ്റെ ഐഡിയൽ. ഇന്ന് ചിലപ്പോൾ ഒരു വൺ ലൈനിലൊക്കെ ഒരു എക്സ്പ്രഷൻ ഇല്ലാതൊക്കെ പറഞ്ഞ് കളയാന്നുണ്ട്. ഇത് ബാലൻസ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആക്ച്വലി കേരള ക്രൈം ഫയൽസ്
ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ ആൾക്കാർ മിന്നൽ മുരളി എന്നെ കണ്ടിട്ടുണ്ടാവുള്ളൂ OTT വന്നത്. അവർക്കപ്പോൾ ഞാനൊരു പോലീസ് മണ്ടൻ, ഇതിൽ ലീഡ് റോളാണ്. അപ്പോൾ എനിക്ക് ആ ലീഡ് റോൾ ഇമേജ് വേണ്ട. കാര്യം ഞാൻ അവിടെ അവസരങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ആ ഇമേജ് വേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ്ലി ഞാൻ സൈക്കോ ബാലേന്ദ്രൻ കമ്മിറ്റ് ചെയ്തത്. കാര്യം ഇവൻ മണ്ടനാണ്, കഥാപാത്ര നടനാണെന്ന് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ അത് ഇപ്പം ഹലോ മമ്മി ഇൻഫാക്ട് ഞാൻ കമ്മിറ്റ് ചെയ്ത് അതുകൊണ്ടാണ്. കാര്യം ഞാൻ ഇത് ഇടയ്ക്ക് കയറിയിട്ട് സൈക്കോ ബാലേന്ദ്രൻ അത് ചെറിയ മൊമെന്റിൽ നിന്നാണല്ലോ കയറി വരുന്നത്. പക്ഷെ അത് വെൽ റിട്ടേൺ ആണ്. നമ്മൾ ഈ ദീപുവിന്റെ ഇപ്പൊ കുഞ്ഞിരാമായണം അടക്കമുള്ള എല്ലാം നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ റിട്ടേൺ ആണ്. എന്ന് വെച്ചാൽ ആളുകൾ തമാശക്കാന്ന് അതിന് വേണമെങ്കിൽ ഒരു സ്പിൻ ഓഫ് ആവാം എന്നുള്ള മട്ടിലാണല്ലോ പറയുന്നത്. കാരണം അത്രയും അത് ഈ നമ്മൾ ഡ്യൂഡ് നമ്മുടെ മിഥുൻ മറ്റേ ഇതിൽ ചെയ്തതുപോലെ വന്ന് മറ്റേ കത്തിച്ച് പുകവടലാക്കി പോകുന്ന പോലത്തെ ഒരു സംഗതിയായിരുന്നല്ലോ. പക്ഷെ ആക്ടർക്ക് അത് വലിയ ടാസ്ക് ആയിരിക്കില്ലേ? ക്യാരക്ടർ ഡബിങ് ഭയങ്കര ടാസ്ക് ആയിരുന്നു. ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു, പരിണീതി ചോപ്രയുടെ ഒരു സിനിമ ഉണ്ടല്ലോ ചേട്ടാ, അടിപൊളി പടം, പുള്ളിക്കാരി ഹസി തോഫ് ഹസി കടിക്കും. എനിക്കൊന്നും ഒരു മാനസിക വിഭ്രാന്തി, ലാൽ സാർ കിരീടത്തിൽ അവിടെ നിന്നൊക്കെ അടിക്കുമല്ലോ എല്ലായിടത്തും. അപ്പൊ ഈ ഡിസ്കഷൻ അന്ന് രാവിലെ ഷോട്ടിന് മുന്നേ നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ചെയ്യണം. അപ്പൊ എൻ്റെ അടുത്തൊരു ചെവിയിലൊരു ചെമ്പരത്തി പൂ വെച്ചു. അപ്പൊ എൻ്റെ ഗെറ്റപ്പ് അത് മേക്കപ്പ് മാൻ ചെയ്തു തന്നു, വിച്ച് വാസ് നൈസ്. അദ്ദേഹം എനിക്ക് ഇവിടെ ഒരു ഇതൊക്കെ തന്നു. മൊത്തത്തിലൊരു വേഷത്തിലെ രൂപമാക്കി. രൂപമായിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇതിനടുത്ത് ഇത് ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ചിരി ഒരു കടി കൊടുത്തോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ അത് ഞാൻ ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്തോളാം പ്രവീൺ ചേട്ടൻ പറഞ്ഞു. ദീപു ഇല്ല, അതെനിക്ക് ഭയങ്കര ട്രോമയായിപ്പോയി. അന്ന് കാര്യം ചെല്ലുമ്പോൾ അവനില്ല, ഞാൻ ഇവനെ കാൽക്കുലേറ്റ് ചെയ്ത് പ്രവീൺ ചേട്ടന് 100 തിരക്കുണ്ടാവുമല്ലോ. അപ്പൊ എനിക്ക് ദീപുവിനെ ഇരുന്ന് കൺഫ്യൂസ് ചെയ്യാൻ എൻ്റെ ഈ പരിപാടിയാണല്ലോ, ചോദിച്ചു ഏതിലാ നമുക്ക് കിട്ടുക എന്ന് പറയാൻ. അങ്ങനെ ഇത് ചെയ്ത് അപ്പൊ പ്രവീൺ ചേട്ടൻ പറയുന്നത് ഓക്കെ ആണ്, നമുക്ക് അങ്ങനെ തന്നെ പോട്ടെ. ബാലേന്ദ്രൻ നല്ലവനാണോ മോശമാണോ എന്നുള്ള പിടി കൊടുക്കാതെ ഡബ് ചെയ്യാൻ ചെന്നപ്പോഴാണ് ഇത് എന്ത് വോയിസ് ചെയ്യും, ജെനുവിനിറ്റി ഫീൽ ചെയ്യുന്ന എപ്പോഴും വോയിസിങ്ങിലല്ലേ. ആത്മാർത്ഥമായി പറയുന്ന മോഡുലേഷനും ഫേക്കായി പറയുന്ന മോഡുലേഷനും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒക്കെ വേറെ വരണമല്ലോ. അവിടെ ആണ് കുറേ ടൈം എടുത്തത്. കുറച്ചേ ഉള്ളായിരുന്നെങ്കിലും അവിടെ ഞാൻ ആക്ച്വലി പാടുപെട്ടു. ഇപ്പോൾ അജു, ഞാൻ മനസ്സിലാക്കുന്ന അജു എല്ലാ സമയത്തും അത് ക്രിറ്റിസിസം ഒരു കൺസ്ട്രക്റ്റീവ് ആണെങ്കിൽ, ജെന്യുവനായിട്ട് വരുവാണെങ്കിൽ, റോസ്റ്റിംഗ് ആണെങ്കിൽ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഇതൊക്കെ വളരെ ചെറിയ മൊമെൻറ്റിൽ വരുമ്പോഴും ഇതിന് കിട്ടുന്ന അപ്രീസിയേഷൻ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഭയങ്കര അപ്രീസിയേഷൻ വരുന്നൊരു സംഗതിയാണല്ലോ. ഇത് ഏതെങ്കിലും തരത്തിൽ വേറൊരു ബാധ്യത കൂടിയാവുമോ? കാരണം വെച്ച് കഴിഞ്ഞാൽ വൈബ് അങ്ങനെയൊന്നല്ല, എന്നാൽ പോലും നമുക്ക് ഈ തരത്തിലൊരു വിയേർഡ് ഒരു എക്സെൻട്രിസിറ്റിയുള്ള ക്യാരക്ടർ ചെയ്യാനുള്ളൊരു എനർജി, ഇതിനെ കുറച്ചുകൂടി ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ഇതിനെ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആക്കിയിട്ട് ഇതുപോലത്തെ ക്യാരക്ടർ വന്നാൽ ചെയ്യാമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ലോക്കോ അതൊക്കെ വരുമോ? അങ്ങനെ ഒരു ക്യാരക്ടർ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടാൽ സാധാരണ ഞാൻ ചെയ്യുന്നത്, എനിക്ക് ആസിഫലിയുടെ കരിയർ ഗ്രാഫ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സൈൻ വേവ് ആണ്, ശ്രദ്ധിച്ചറിയാം. സൈൻ വേവിനാണ് എപ്പോഴും എനിക്ക് താല്പര്യം. നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുമ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ഉടനെ താഴെ വീഴണമെന്ന്, എന്നിട്ട് വീണ്ടും ക്ലൈംബ് ചെയ്ത് വരണം. എന്നാലും നമുക്കൊരു ത്രില്ലുണ്ടല്ലോ. എനിക്ക് സക്സസ് കിട്ടാത്തതുകൊണ്ടായിരിക്കാം, ആ ത്രില്ല് എനിക്ക് കണ്ടിന്യൂസ് കിട്ടാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ ഇതിൽ തൃപ്തിപ്പെടേണ്ടി വരും. പക്ഷേ ഇതിനാണ് പലപ്പോഴും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ പേരെടുത്ത് പറഞ്ഞില്ല, പുറത്താണെങ്കിൽ ഇപ്പോൾ ഓഫ് റെക്കോർഡാണ് ഞാൻ പേര് പറയായിരുന്നു. പക്ഷേ 90 വാങ്ങിക്കുന്നൊരു കുട്ടി അവൻ 85 വാങ്ങിച്ചാലും കുറ്റക്കാരനാണ്. 85 വാങ്ങിച്ചാലും 89 വാങ്ങിച്ചാലും എന്തുകൊണ്ട് നീ 95 ഈ പ്രാവശ്യം വാങ്ങിച്ചില്ല എന്ന് പറയും. എന്നാൽ 50 വാങ്ങിക്കുന്നൊരുത്തൻ അവൻ 60 വാങ്ങിച്ചാലും ക്ലാപ്പാ, 70 വാങ്ങിച്ചാലും. സോ മീഡിയോക്കറിറ്റി എപ്പോഴും ഒരു സേഫ്റ്റിയാണ്. സത്യമാണത്. മീഡിയോക്കർ സെലിബ്രേഷൻ എപ്പോഴും നടക്കുകയും ചെയ്യും. അപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്, ഒരു സിനിമ വർക്കായി ക്യാരക്ടർ വർക്കാകുന്ന അത് ഒരിക്കലും നിന്നിട്ടില്ല. അതൊരു ഉത്തരവാദിത്വം ഒഴിയല്ല. നമ്മളുടെ ഫോക്കസ്, അല്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞ നമ്മളുടെ ഒരു കാൽക്കുലേഷൻ വർക്കായല്ലോ. മറ്റേതാണ് പിന്നെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് പിൽക്കാലത്ത് തമാശയായിട്ടും കളിയാക്കലായിട്ടും അല്ലെങ്കിൽ ഒരു സ്വീറ്റ് പെയിൻഫുൾ മെമ്മറി ആയിട്ട് നിൽക്കുന്നത്. അത് സക്സസ് ഒരിക്കലും ഓർമ്മകളിൽ വരാറില്ല. വേറെ രീതിയിലൊരു ബാധ്യത, അടുത്തതിലേക്കുള്ള ബാധ്യതയും കൂടിയാണ്. എനിക്കത് വന്നിട്ടില്ല കേട്ടോ, ബിക്കോസ് നമ്മൾ എനിക്കൊന്ന് ലീഡ് പ്ലെയർ അല്ലാത്തതുകൊണ്ടായിരുന്നു. അതുകൂടെ ചോദിക്കാം. ഇപ്പം ഈ പറഞ്ഞ ഇപ്പം ക്യാരക്ടർ റോള് എന്ന് പറയുന്നത്, ക്യാരക്ടർ റോൾ ഇപ്പം നമ്മൾ ശരിക്കും ആലോചിച്ചാൽ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, ഇത് ശരിക്കും പറഞ്ഞിട്ടില്ല. അത്
ഫീനിക്സിൽ ഇതേപോലെ ഒരു സീരിയസ് വേഷം, ഒരു 3 കുട്ടികളുടെ അച്ഛൻ. അതെ, അച്ഛനാണ്. അപ്പം ഞാൻ പ്രേതപ്പടം ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പം അതിനുവേണ്ടി ഞാൻ ഭഗത്തിനെ ഇരുത്തി മ്യൂട്ട് ചെയ്തിട്ട് ഒരു പ്രേതപ്പടം കണ്ടു, കോൺജൂറിങ് 2. കാര്യം എനിക്ക് പ്രേതപ്പടം എൻജോയ് ചെയ്യാനല്ല, ക്യാമറയ്ക്ക് മുന്നിൽ നമ്മളെ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ബിഹേവ് ചെയ്യണം. സാധാരണ എനിക്ക് എപ്പോഴും ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ, റിയാക്ഷൻ്റെ സമയത്തല്ല ക്യാമറ. ഇത് എന്തൊക്കെയാണ് റിയാക്ഷൻ, എത്ര പോകണം എന്നൊക്കെ ഒന്നും നോക്കാൻ ഇച്ചിരി ഒന്ന് കൂട്ടേണ്ടിയൊക്കെ വരുമല്ലോ. കണ്ണിന് ഭയങ്കര പവർ. ഇതിന് പറയുകയും ചെയ്തു, നിന്റെ കണ്ണെന്തോ വീക്കാ, നീ ഒന്ന്. അപ്പോൾ അത് നമുക്ക് തലയിൽ കണ്ണ് വീക്ക കയറി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കണ്ട് ഫീനിക്സൊക്കെ ഷൂട്ട് ചെയ്തു. അപ്പോൾ അതിൽ ഇന്ന് ഓർക്കുന്നുണ്ട്, കണ്ണ് ഞെട്ടുന്നൊരു ഷോട്ടുണ്ട് ഈ കുഞ്ഞ് വിരലൊടിക്കുമ്പോൾ. 42 ടേക്ക് എന്താ പോയി. അതിലൊരു 5-6 ടേക്ക് ഞാനും കൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം, കിട്ടുന്നില്ല. കാര്യം ഇന്നുവരെ നമ്മുടെ ജീവിതത്തിൽ ആരും മുന്നിൽ നമുക്ക് റെഫറൻസും ഇല്ല, നമുക്ക് മുൻമാതൃക ചെയ്യാൻ പറ്റില്ല. കുട്ടി അഭിനയിക്കുന്നതെന്ന് എനിക്കറിയാലോ. വിരലൊടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അല്ലല്ലോ എന്നൊന്നും അറിയാലോ, ഇതില്ല. അതുകൊണ്ട് എനിക്ക് വരുന്നില്ല. പക്ഷെ അയാൾ എടുത്തേ വിടൂ. അപ്പം ഞാൻ റെഡിയാണ്. വിഷ്ണു ഇസ് എ വെരി ഗുഡ് ഡയറക്ടർ. അപ്പം അതിൽ നിന്നും എടുത്ത് അപ്പോൾ പടമൊക്കെ ഇറങ്ങി. പടത്തിന് മിക്സ്ഡ് റിവ്യൂ ആണ്. OTT വന്നപ്പോൾ അവിടുന്ന് പടത്തിൻ്റെ ആ ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടും. ചന്തുനാഥ് നന്നായിട്ട്. അങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞ ആ സീക്വൻസ് എനിക്കൊന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഒരു ഡിലേ ഇട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞു. സത്യസന്ധമായിട്ടും ഞാൻ ഡയലോഗ് മറന്നുപോയതാണ്. അതായത് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയാൻ വന്നു, പുള്ളി ഡയലോഗ് മറന്നുപോയി. പക്ഷെ ഞാൻ ആ മുഖത്തെ കൺഫ്യൂഷൻ അങ്ങനെ തന്നെ വെച്ചിട്ട് ഓർത്തു പറഞ്ഞു. പോസ് വന്നു. ഇത് ഹ്യൂമർ ആണെങ്കിൽ പാളി. ഇത് വന്നപ്പോൾ മെറിറ്റായി. അപ്പം ഞാൻ നോക്കിയപ്പോൾ കൊള്ളാലോ പരിപാടി. ഇത് അതെ 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 അതൊക്കെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അതൊരാൾ എന്നോട് പറയുന്നു. ഫീനിക്സിൽ പെട്ടെന്നൊരു ഇൻസിഡന്റ്. പക്ഷെ ഹ്യൂമർ ആണെങ്കിൽ ചേട്ടാ താളം പോയില്ലേ, റീടേക്ക് ആയി പോയി. പിന്നെ അവിടെ ഫണ്ണുമില്ല, ആളുകൾ ഹോൾഡ് ചെയ്ത് നിൽക്കില്ലല്ലോ. ഇല്ല. കോവിഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ലീഡ് റോൾ അല്ല ക്യാരക്ടർ റോളാണ് ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ലീഡ് റോൾ ചെയ്യുന്നവർ പോലും അങ്ങനെ ഒരു സ്പെസിഫിക് ക്യാരക്ടർ ആകുമ്പോഴാണ്. ഇപ്പം മമ്മൂക്കയുടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അങ്ങനെ ക്യാരക്ടർ റോളിന് ഭയങ്കര സെലിബ്രേഷൻ വരുന്ന സമയമാണ്. അല്ലെങ്കിൽ ഒരു ലീഡ് റോളിനൊപ്പമൊക്കെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നവരാണ്. ഇപ്പോൾ റീസെൻ്റ്ലി അജുവിന് ഓരോ സെക്ടറിലും ഇതായല്ലോ, ഒരു ഭയങ്കര വിയേർഡ് എക്സെൻട്രിക് ആണെങ്കിൽ അവിടെ മറ്റേ വൈബ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഇതിലെ ക്യാരക്ടർ പേരിലുള്ള ക്യാരക്ടർ ഉണ്ട്. അങ്ങനെ ഓരോ ക്യാരക്ടറിനും നമുക്ക് ചെയ്യാവുന്നൊരു ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വെച്ചത് കൂടി നമ്മുടെ മുന്നിലുണ്ടാവുമല്ലോ. ഇപ്പോൾ വരുമ്പോൾ ഇനി അങ്ങോട്ടൊക്കെ സിനിമ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ്, എന്ത് തരം റോളാണ് ഇപ്പം അജുവിന് മുന്നിൽ വരുമ്പോൾ ഡിസിഷൻ എടുക്കുന്നത്? ഇതൊരു വെരി വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർത്തതാണ്. പോലീസ് എനിക്കിത് ഭയം ഉണ്ടായിരുന്നു. ഹെലൻ, മിന്നൽ, കേരള ക്രൈം ഫയൽസ്, അജയൻ്റെ 2ാം മോഷണം. ഇപ്പം KCF 2 ചെയ്തപ്പോൾ ഞാൻ ഫേസ് ചെയ്തൊരു പ്രോബ്ലം ഉണ്ട്. അന്ന് നമ്മൾ വെക്കുന്ന മീശ 2 വർഷം ഇങ്ങനെ കണ്ടിന്യൂറ്റിയിൽ കിട്ടില്ല. രൂപമൊക്കെ കിട്ടും, അന്നത്തെ മുഖം മാറാം, ഇതനുസരിച്ച് നമ്മൾ മാറും. ബോഡി ലാംഗ്വേജ് സെക്കൻഡ് പാർട്ട് ചെയ്യുമ്പോൾ മെത്തേഡ് ആക്ടേഴ്സിനെ സെക്കൻഡ് പാർട്ടുകൾ കൺവിൻസിങ് ആയി പറ്റുള്ളൂ. നമ്മൾ അപ്പോൾ ഡയറക്ടർ ഫീഡ് ചെയ്ത് പോകുന്ന ഒരു നടനാണല്ലോ. അത് KCF 2 ചെയ്തപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. കാരണം അന്ന് ഞാൻ ചിലപ്പം ഒരു പരിധിവരെ ഞാൻ ഈ 2 വർഷത്തിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു കാണാം. അന്നത്തെ കുറേ തെറ്റുകൾ ഞാൻ അൺലേൺ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അന്നത്തെ ആ തെറ്റുകളാണല്ലോ ആ കഥാപാത്രത്തിൻ്റെ കുറേ ശരികൾ. ശരിയാണ്. അത് എനിക്ക് അഹമ്മദായിട്ട് ഭയങ്കര എനിക്ക് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ട് കപ്പിയാരുടെ സെക്കൻഡ് പാർട്ട് അതുകൊണ്ട് ഞാൻ ഒന്ന് രൂപം കൊണ്ടല്ല, മനസ്സുകൊണ്ട് പറ്റൂല. അതിന്റെ തന്നെ അതേ ശരീരഭാഷയുടെ തുടർച്ച നമുക്ക് പോസിബിൾ അല്ലല്ലോ. ഇങ്ങനെ മസിൽ മെമ്മറി പോയില്ലേ. മറ്റേത് 3 days 4 days കഴിയുമ്പം നമ്മൾ ആ വേഷം കിട്ടുമ്പം ചിലപ്പോൾ ഒരു പാൻറ്റിൻ്റെ ലൂസ്നെസ് ആയിരിക്കാം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പൊക്കും. ഷൂവിൻ്റെ ഒരു വേദന ടൈറ്റ്നെസ് ആവാം. ചിലപ്പോൾ ഇത് ഒരു മീശയുടെ ഒട്ടിച്ച പശയുടെ ഒട്ടി കഴിക്കും. ചിലപ്പം കുഞ്ഞിരാമായണത്തിലെ കുട്ടേട്ടന് കിട്ടിയ ഒരു ഭാഗ്യം. അപ്പോൾ ഇത് ഇനിയും എനിക്കതങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ കൂടുതലും മുഹമ്മദ് ഒരു ഷോട്ടിൽ എൻ്റെ അടുത്ത് റിയാക്ഷൻ ഒക്കെ ഒരു കോമഡി റിയാക്ഷൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണേ, അപ്പോൾ കണ്ണാടിയില്ല. അപ്പോൾ എൻ്റെ ഇവിടുത്തെ പിരികത്തിൽ മസിൽ പിടിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ മുഖം സെൻസ് ചെയ്യാമല്ലോ. മസിൽ പിടിച്ചിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ ഒരു റിയാക്ഷനാണ്. ഇപ്പം 5-6 വർഷം മുന്നേ. അപ്പോൾ എനിക്കറിയാം വ്യത്യസ്തമായ റിയാക്ഷൻ ഇപ്പോൾ കിട്ടും. പതിവ് ഞെട്ടലും ഒക്കെ കോപ്പി അടിക്കുന്ന പരിപാടിയിൽ നിന്ന് മാറ്റി. അപ്പോൾ ക്യാമറ സൗണ്ട് വിളിച്ചു,
ഇയാൾ വന്നിട്ടുണ്ടല്ലോ ഒപ്പിക്കളഞ്ഞു. ഞാൻ ഈ ഒരു വ്യത്യസ്ത റിയാക്ഷൻ കൊടുക്കാൻ കാത്തിരുന്ന അത് പോയി. മസിൽ ഓക്കെ ആയല്ലോ, ഞെക്കി വൈപ്പ് ചെയ്തല്ലോ, പിന്നെ പതിവ് പോലെ എന്തോ ഞെട്ടൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ മസിൽ മെമ്മറി കിട്ടില്ല. ഇതേ കാര്യമാണ് ഇപ്പം ഒരു വില്ലൻ വേഷം വന്ന, ഒരു സൈക്കോ വന്ന, എനിക്കറിയത്തില്ല. സോ ഞാൻ ഇപ്പം ചിലപ്പോൾ ചൂസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ മുന്നോട്ടുള്ളതിൽ അങ്ങനെ ചൂസ് ചെയ്യപ്പോൾ ആക്ച്വലി പടങ്ങൾ കുറവാട്ടോ. അതാണ് അത് അടുത്ത രസകരമായ കാര്യം. നമ്മൾ ഭയങ്കര ചൂസ് ചെയ്യുമ്പം സ്ഥിരം സാധനം ഇനി നമ്മൾ അപ്പീൽ ചെയ്യില്ല. നമുക്ക് തന്നെ തോന്നും അത് നമുക്ക് ചെയ്തല്ലോ തോന്നുക, നാച്ചുറലി ആ തോന്നൽ വരുന്നുണ്ട്. പിന്നെ വൈഡ് റേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് വെച്ചുകൊണ്ടുള്ള ചോയ്സസ് ഇല്ല. ഇപ്പം ധ്യാനോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അതെല്ലാം ചെയ്തതാ, വെറുതെ ചൂസ് ചെയ്ത്. അവൻ പറയുന്നതിൻ്റെ ന്യായം ഇതാ, നമുക്ക് വ്യത്യസ്തത നോക്കിയിരുന്ന അങ്ങനെ കിട്ടാനൊന്നുമില്ല. ഇപ്പം അങ്ങനെ നോക്കി എനിക്ക് പ്രേക്ഷകർ എന്നെ കാണണം എന്ന് ആഗ്രഹിച്ചൊരു സിനിമയായിരുന്നു നദികളിൽ സുന്ദരിയമ്മ. അതിലെ ക്യാരക്ടർ വെൽ റിട്ടൺ ആയിരുന്നു ചേട്ടൻ, എൻ്റെ ക്യാരക്ടർ. അത് ഞാൻ വളരെ ആസ്വദിച്ച് അവരോടൊപ്പം. ആദ്യം അവർക്ക് താല്പര്യക്കുറവുണ്ടായിരുന്നു, ഇത് ഇങ്ങനല്ല അവർ കൺസീവ് ചെയ്തത്, ഡയറക്ടർ രണ്ടുപേരും. പക്ഷെ അവർ അടുത്ത പടത്തിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാരക്ടർ ആ രീതിയിൽ തന്നെയാണ് ചെയ്തത്, വെൽ റിട്ടൺ. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യാൻ വരുമ്പോൾ ചേട്ടാ ഇപ്പം ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഫാക്ട്. പക്ഷെ ഉള്ളിൽ ഈ തോട്ടുണ്ട്, ഇനി സൈക്കോ ബാലേന്ദ്രൻ സെക്കൻഡ് വരുവാണെങ്കിൽ അയാളെ പാടാ എനിക്ക് ചെയ്യാൻ. സൈക്കോ ബാലേന്ദ്രൻ അല്ലാത്തൊരു സൈക്കോ ചെയ്യേണ്ടി വന്ന എന്ത് ചെയ്യുന്നുള്ളതും ടഫ്. ചിലപ്പോൾ അതിനൊരു പുതിയ മീറ്റർ, പുതിയ റിതം, അല്ലെങ്കിൽ പുതിയൊരു ഡിസൈൻ കണ്ടുപിടിക്കേണ്ടി വരും. അത് ഞാൻ കുറേയൊക്കെ രൂപത്തിലാണ് സഞ്ചരിച്ചിരുന്നത്. ഇപ്പം ഈ അടുത്ത് ഇപ്പോൾ ഒരേ രൂപത്തിൽ തന്നെ മാറ്റി ശ്രമിക്കണമെന്നുള്ളൊരിതില്ല. ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറിൽ എനിക്ക് വളരെ എവിഡൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എവിടെയോ വരുന്നുണ്ട്. ഇപ്പം ഞാൻ ചില റിയാക്ഷനൊക്കെ എടുത്തത് കണ്ടപ്പം കാര്യം സിമിലർ ഒരു ഡ്രസ്സ് വന്നു, മീശ ലുക്ക് എവിടെയോ അത് തോന്നുന്നുണ്ട്. അപ്പം അത് ഇനി എങ്ങനെ മാറ്റും എന്നുള്ളത് ഞാൻ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതെനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടനാണെങ്കിലും അങ്ങനെ ഒരു ഗ്രേ ഷെയ്ഡിൽ ഇപ്പോൾ ഈഗോ എന്ന് പറയുന്നതുകൊണ്ടാണ് എനിക്ക് ഞാൻ അജുവിനോട് നേരത്തെ ചോദിച്ചപ്പോൾ വിട്ടുപോയതാ. ഇത് തമ്മിൽ ഭയങ്കര മെറ്റഫർ പോലെയാണല്ലോ, ക്യാരക്ടറിൻ്റെ ഈഗോ. അജുവിന് ആ സമയത്ത് ഇവരിതിങ്ങനെ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ തോന്നുവാണ്, ക്യാരക്ടറിനും ഇതേ രീതിയിലാണ് ക്യാരക്ടറും പൊങ്ങി പോകുന്നത്. അത് ശരിക്ക് അവര് വിചാരിച്ച രീതിയിൽ ഗുണം കിട്ടിയല്ലോ അവർക്ക്, ഹെൽപ്പ് ചെയ്യും അല്ലേ? ഞാൻ ഒരു പ്രാവശ്യം ഹ്യൂമറിന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ നല്ല ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഇരിക്കുകയാണെങ്കിൽ നല്ല ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സീനിന് നമ്മൾ അഭിനയിക്കണ്ട, നമ്മളുടെ മനസ്സിൽ ആ മുഖത്തിലൂടെ അത് പ്രതിഫലനം കിട്ടും എന്നുള്ളത് 1-2 സംവിധായകർ ഓക്കെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ നല്ല ചൊറഞ്ഞിരിക്കും, ഷോട്ട് വിളിക്കുന്നു, ഷോട്ടിന് വിളിക്കുന്നുണ്ട് വെച്ചിട്ട് പോയിട്ട് ചുമ്മാ നോക്കി നിന്നാൽ പോലും ഉണ്ടല്ലോ അത് കറക്റ്റ് ആവുന്നുള്ളത്. കണ്ണിപ്പൊടിയിടലാണല്ലോ ബേസിക്കലി. അത് ലാൽ സാറിന്റെ ഭാഷ പറഞ്ഞ മേക്ക് ബിലീഫ്. ഇത് തന്നെ ചോദിക്കാനാണ് ഗഗനചാരിയിൽ എനിക്ക് തോന്നുന്നത് സംവിധായകന് മേലുള്ള ഒരാളുടെ വിശ്വാസം തുടക്കം മുതലേ കണ്ടിട്ടുള്ളത് അജുവിൻ്റെ കാര്യത്തിലായിരുന്നു. അത് എത്രയോ വൈകിയാണ് വരുന്നത്. അത് നമ്മൾ വെറുതെ നോക്കുകയാണെങ്കിൽ തിയേറ്ററിൽ അപ്രതീക്ഷിതമായിട്ട് ആർക്കും പ്രതീക്ഷയില്ലാത്ത രീതിയിൽ തിയേറ്ററിൽ വന്നു പോകുമെന്ന് കരുതിയൊരു സിനിമ അതിനൊരു സീക്വൽ പോലെ അനൗൺസ് ചെയ്തിട്ട് അതിനൊരു വലിയ ഫാൻ ബേസ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വരുന്നു. ഗഗനചാരി വൈബ്, അതിലുള്ളൊരു ആത്മവിശ്വാസം ശരിക്കും എന്തായിരുന്നു? ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മവിശ്വാസം പൂർണ്ണമായിട്ടില്ല, വ്യക്തിയിലുണ്ട്, ഒരു സംശയമില്ല. അയാളിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഈ കോമാളിത്തരമൊക്കെ ഞാൻ നിർത്തിയടാ, ഞാനിപ്പം എനിക്ക് നമ്മുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാ പറഞ്ഞടാ ഇനി ഞാൻ ചൂസ് ചെയ്യുന്ന ഇതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക. അപ്പോൾ അയാളുടെ മുടിയൊക്കെ മാറ്റി അയാൾ പറഞ്ഞു ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പോൾ അയാൾ വളരെ അപ്ഡേറ്റഡാണ്. അയാൾക്ക് സ്പേസ് എക്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റും അറിയാം, സെലിസ്റ്റിയൽ ബോഡീസിലെ അപ്ഡേറ്റ്സ് അറിയാം, ലിറ്റററി ആയിട്ടുള്ള കേരളത്തിലെ ഒരു, അപ്പോൾ അത് റെയർ ഒരു വ്യക്തിത്വമാണ്. അയാൾ ശ്രദ്ധിക്കപ്പെടാൻ സമയം എടുക്കുന്നതൊന്നുമല്ലാതെ അത് ഇത്രയും ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിനെ നമ്മൾ ഡെഫിനറ്റ്ലി റെസ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം വരും, അത് നമ്മൾ തർക്കിക്കുക അല്ലെങ്കിൽ അത് ചെയ്ത്. പക്ഷെ എൻ്റെ അത്ര ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയ്ക്ക് ഞാൻ പൂർണ്ണമായിട്ട് പുള്ളിയെ വിശ്വസിച്ചു.
ചില ഡബ്ബിങ് സമയത്ത് ഡബ്ബിങ്ങിൽ പുള്ളിക്ക് എന്നെ വിശ്വാസമുണ്ട്. അപ്പം ഞാൻ തിരിച്ചത് പുള്ളിക്ക് ഡബ് ചെയ്യുമ്പോൾ പുള്ളി അത് ഇതൊക്കെയാണെന്ന് പറയുന്നത്. ചില സജഷൻസ് ഇപ്പം ഞാൻ പറയാം, അതിൽ ചേട്ടൻ ചിലപ്പോൾ ഈ 2K കിഡ്സിന് ചിലപ്പോൾ അറിയത്തില്ല, യൂസേജ് ശരിയാണോ എന്ന് എനിക്കറിയില്ല. 2000 മില്ലേനിയത്തിന് ശേഷം ജനിച്ച വ്യക്തികൾക്ക് ഇക്രൂനെ ഒന്നും കണ്ടിട്ടില്ല, പിടക്കോഴി വന്ന്. അപ്പോൾ ഇക്രൂനെയൊക്കെ തൊടുന്ന ഒരു ഏരിയ ഉണ്ട് അതിൽ, അതൊക്കെ ചെയ്തു വെച്ചേക്കുന്ന ലെവല് വേറെ നമുക്കറിയാം. ചിലപ്പോൾ ഇക്രൂനെ ഇവർ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ടീച്ചർ എവിടെ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ ഇക്രൂ നല്ല ബെസ്റ്റായിട്ടല്ലേ അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്നത്. അപ്പൊ അത് ഇവൻ അഡാപ്റ്റ് ചെയ്യുന്ന. ഇപ്പൊ ബേസിൽ മിന്നൽ മുരളിയിൽ ഇങ്ങനെ കൈയൊടിഞ്ഞ് കഴുത് വീഴാൻ പറഞ്ഞത് എന്നോട് പറഞ്ഞത് കിലുക്കത്തിന്റെ ഇച്ചിരി എടുത്തോതാ പറഞ്ഞു. ഞാൻ പറഞ്ഞടാ എപ്പോഴും കുഞ്ഞിരാമായണം നമ്മൾ എടുത്തിട്ടുണ്ട്. റീകോൾ ഈസ് പോപ്പ് കൾച്ചറിന്റെ ഒരു രീതിയാണല്ലോ അത്. അതെ അതെ. പിന്നെ അത് മെമ്മറി എന്നുള്ളത് കൂടിയാണ്, ഒരു ആക്ടറുടെ മെമ്മറിയിലേക്ക് ഓക്കെ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഇതിന്റെ അംശങ്ങൾ വരാം എന്നുള്ളത് കൂടിയാണല്ലോ. അപ്പം ഗഗനചാരി ചെയ്ത സമയത്ത് ഇത് ഇയാൾ ശ്രദ്ധിക്കപ്പെടും നാളെ എന്നുള്ള വിശ്വാസമുണ്ട്, അതിലൊരു സംശയമില്ല. കൃഷാന്ത് ഏട്ടൻ ഈ സിനിമ കണ്ടതാണ് ആ സിനിമയുടെ ടേണിംഗ് പോയിന്റ് വന്നത്. ഗണേഷ് ഏട്ടന്റെ കോൺഫിഡൻസ് ആയിരുന്നു പ്രൊഡ്യൂസറെ കിട്ടിയത്. ഞങ്ങളെ ഞെട്ടിച്ച കോൺഫിഡൻസ് ആയിരുന്നു ഗണേഷ് ഏട്ടന്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സിനിമ ഫസ്റ്റ് കേട്ടപ്പോഴേ അത് വർക്കായി. അതർ സൈഡ് ഓഫ് ഗണേഷ് ഏട്ടൻ ചന്ദുവിന് നന്നായിട്ട് മനസ്സിലായി, ഈ ടോയ്സും വണ്ടികളൊക്കെ ഗണേഷ് ഏട്ടൻ സിനിമയ്ക്ക് ശേഷമാണ് സത്യത്തിൽ ആളുകൾ അത് കാണുന്നത്. അതെ. അപ്പൊ അദ്ദേഹത്തിന് മാത്രമല്ല, ചുമ്മാ ഇതിന് സംസാരിക്കുമ്പോഴും ഏത് ഡിപ്പാർട്ട്മെന്റ്, ഇറിഗേഷൻ, എന്താ പറയുക, ട്രാൻസ്പോർട്ട്, ലോകത്തെ പല രാജ്യങ്ങൾ വെച്ച് ചോദിച്ചാലും അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് നല്ല നോളജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ചും ചന്തുവായിട്ട് പുള്ളിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് പ്രൊഡ്യൂസർ പെട്ടെന്ന് അയിത്തേട്ടനെ കിട്ടി, വിനായക അയിത്ത് വന്നു. അവിടെ നിന്നുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നും കാണാൻ മിക്കതും ഇല്ലല്ലോ. അപ്പം ഹ്യൂമറും പിടികിട്ടുന്നില്ല ചിലത്, നമ്മൾ ശീലിച്ച ഹ്യൂമർ അല്ലല്ലോ ഇതിൽ കുറേ. അപ്പോൾ അതായിരുന്നു എൻ്റെ ബുദ്ധിമുട്ട്. എനിക്കിത് ചിലത് ചിരി വരുന്നില്ല, റിലേറ്റബിൾ ആവുന്നില്ല സാഹചര്യത്തിൽ ചില മണ്ടത്തരങ്ങളൊക്കെ പറയുന്നു. അപ്പം ഞാൻ വെച്ച് ചളി പോലാവോ ഇപ്പം. അപ്പം അതെനിക്ക് ഫിയർ ആയിരുന്നു. പക്ഷെ ഞാൻ പിന്നെ റെഡിയാണ് അത് എടുക്കാൻ. പക്ഷെ സിനിമയ്ക്കൊരു അറ്റൻഷൻ കിട്ടുന്നറിയാണ്. അവിടെയാണ് കൃഷാന്ത് ഏട്ടൻ വരുന്നത്. പുള്ളി ഇത് കണ്ട് പുള്ളിയുടെ ഒരു ഫോൺ കോളിലാണ് ഞാൻ ഇവൻ എത്തേണ്ട കൈകളിലാണ് എത്തിയത്. പിന്നെ അവര് ശങ്കർ ശർമ്മ, എടുത്തു പറയേണ്ട പേരാ മ്യൂസിക് ഡയറക്ടർ. ഇവരുടെ ഒരു ടീം വർക്ക് ആയിരുന്നു ഇപ്പൊ കാണുന്നത്. അല്ല അത് ഞാൻ ഇപ്പം ഈ പിന്നെ ഇത് വൈബാണെങ്കിലും പേരിലൂലാണെങ്കിലും ഭയങ്കര വിയേർഡായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്യേണ്ടത്. അപ്പം അജു ഞാൻ ആ ക്യാരക്ടറിലേക്ക് കയറണമല്ലോ ഡബ് ചെയ്യുമ്പോഴടക്കം. ഞാൻ ഡബ് ചെയ്യുമ്പോഴും ഇത് റീക്രിയേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനെങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് ഒരു നോർമൽസിയിലില്ലാത്ത ക്യാരക്ടറാണല്ലോ ചെയ്യേണ്ടത്. അതെന്താ ചെയ്യുക? ഇപ്പം ഡയറക്ടറുടെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. എന്താണ് ഇപ്പം ഞാൻ പറഞ്ഞത്, മിന്നൽ മുരളി ഒരു 3-4 ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡബ്ബിങ് മൂമെൻറ്റിലേക്ക് വരുന്ന സമയത്ത് മുൻവിധി ഇല്ലാതിരിക്കുക, ഫസ്റ്റ് കീപ്പ് ചെയ്ത് ഫ്രഷ് ആയിട്ടിരിക്കുക എന്ന് തന്നെയാണ്. ഡബ്ബിങ്ങിലോട്ട് വരുമ്പം ഞാൻ വളരെ പ്രിപ്പയർഡാണ്. ഡബ്ബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അഭിനയിക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു എഫേർട്ട് ഞാൻ ഡബ്ബിൽ ഇടുന്നുണ്ട്. അതിന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ചേട്ടനോട്. എക്സാമ്പിൾ ഇപ്പം കിങ്ങിലെ ഡയലോഗ് എൻ്റെ മുഖത്ത് മമ്മൂക്ക വോയിസ് ചെയ്താൽ പിന്നെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. അത് അദ്ദേഹം ഡബ് ചെയ്താൽ നല്ല വൃത്തി ഉണ്ടാവും. അതാണ് ടിക്ടോക്ക് ഒക്കെ വരുന്നത്. നമ്മുടെയൊക്കെ മുഖത്ത് കൊള്ളാവുന്ന പറഞ്ഞ ഡയലോഗ്സ് തിരിച്ച് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഞാൻ ഡബ് ചെയ്താലോ എന്ന് പറയാതിരിക്കുന്നത്. ആ ഇമ്പാക്റ്റ് പോയി കോമാളി പോയില്ലേ, വോയിസിന് അത്ര ഇമ്പാക്റ്റ് ആണല്ലോ. അപ്പോൾ ഒരു അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ ബേസിക്കലി എനിക്ക് ആ പരിപാടിക്ക് ഒരു പഠിച്ച വശം അറിയാത്തതുകൊണ്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഉള്ളൊരു ഒപ്പിച്ചുള്ളൊരു പരിപാടിയിൽ എത്തിക്കും, വിച്ച് ഈസ് നോട്ട് ബാഡ് എന്ന് പറയുന്ന രീതിയിൽ ഇവരുടെയൊക്കെ ഹെൽപ്പോടെ മോശമാക്കാതിരിക്കുക എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ചിലർക്ക് എക്സെൽ ചെയ്യാന്നുള്ള എൻ്റെ സ്റ്റെപ്പ് ഇത്രേ ഉള്ളൂ, കുറ്റം പറയിക്കാതിരിക്കും. പിന്നെയാണല്ലോ നമുക്ക് എഡിറ്റ് ടേബിളിലോട്ട് പിന്നെ ഓപ്ഷൻസ് എടുക്കാൻ ഇപ്പം മാക്സിമം ശ്രമിക്കും. നമുക്കറിയില്ല, എനിക്കൊന്ന് ഫുൾ തിരക്കഥയുടെ ഇമോഷൻ എത്ര എനിക്ക് പറഞ്ഞു തന്നാലും എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് ഇന്നും മനസ്സിലാവാത്തൊരു സ്ട്രക്ചറാണ് തിരക്കഥ വായിച്ച് ഫീൽ ഉണ്ടാക്കുക. ഞാൻ ഫസ്റ്റ് പേജ് വായിച്ച അടുത്ത പേജ് വായിക്കുമ്പോൾ ഇത് മറന്നു പോകും. എനിക്ക് ഈ പേരുകളെല്ലാം കൂടെ ജമ്പിൾ ചെയ്യും. അത് കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഇങ്ങോട്ടെങ്കിലുമൊക്കെ ചിന്തിച്ച് ഇവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ വേറെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഓരോ സമയം കളഞ്ഞല്ലേ. പൂർണ്ണമായി അറിയാവുന്ന വ്യക്തികൾ ഇവരായതുകൊണ്ട്
ഇവരിൽ നിന്ന് ഒരുപാട് കോൺവെർസേഷൻ നമ്മൾ നടത്തുമ്പം നമ്മൾ എവിടെയോ എഡ്യൂക്കേറ്റഡ് ആവും. അത് അറിയാതെ നടക്കുന്നൊരു പ്രോസസ്സാണ്. അത് ഞാൻ ഡീകോഡ് ചെയ്യാൻ നോക്കിയിട്ടില്ല. കുറേ പ്രാവശ്യം നമ്മൾ കാഷ്വലി സംസാരിക്കുക, ഷോർട്ടിൻ്റെ ഗ്യാപ്പിലൊക്കെ സംസാരിക്കുക, ക്യാരക്ടർ എന്താണെന്നൊന്നും അല്ല ചോദിക്കുക, ഇങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ. അപ്പോൾ ഇങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ പറയുമ്പം, അല്ലെങ്കിൽ അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ തരുന്ന ഉത്തരങ്ങൾ നമ്മളെ പതുക്കെ പതുക്കെ ഇത് വേണ്ട അത് വേണ്ട എന്നുള്ള ലിമിറ്റ്സ് കിട്ടും. നമ്മൾ ഈ വരയ്ക്കുന്നവരും ആദ്യം ഒരു ബോർഡർ ഇടുമല്ലോ, ആ ബോർഡറിങ് ബേസിക്കലി എവിടെയൊക്കെ പോവാം, എത്ര പോകാം, എത്ര താഴേക്ക് വരാം, മൂവ്മെന്റ്സ് എന്തൊക്കെയാണ്. പക്ഷെ ചേട്ടൻ പറഞ്ഞ യഥാർത്ഥ ചലഞ്ച് ഇനിയാണ്. കാര്യം ഒരു റൗണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, ഇനിയും ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചലഞ്ച്. കാര്യം അത് റിപ്പീറ്റഡ് ആവരുത്, അത് എനിക്കറിയത്തില്ല. അത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ഇൻഹിബിഷൻ ഇല്ലാതെ ഫ്രഷ് പേപ്പറായിട്ട് പോകുന്നത് തന്നെയാണ് ഹെൽപ്ഫുൾ. അന്ന് ചിലപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഫ്രഷ് ആയിരിക്കും, നമ്മുടെ കുറേ കാര്യങ്ങൾ ഇപ്പം ബിപിൻ ദാസ്, എൻ്റെ ഉണ്ണിമൂലം തൊട്ടുള്ള എൻ്റെ സുഹൃത്ത്, ബിപിൻ ദാസിൻ്റെ കൂടെ ഞാൻ ജയ ഹേ ചെയ്തപ്പം ചെറിയ വേഷമാണ്, പക്ഷെ അതിൻ്റെ ഡബ്ബിങ് ആയിരുന്നു എൻ്റെ ഡബ്ബിങ്ങിലെ ഒരു ട്രാൻസ്ഫോർമേഷൻ ലേണിംഗ്. കാര്യം മലർവാടി ഡബ്ബ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ഒച്ചയിൽ പറയണം, ഇമോഷൻ വേണം, പക്ഷെ ക്ലാരിറ്റി നന്നായിരിക്കണം. അന്ന് തിയേറ്റർ ഇത്ര അറ്റ്മോസ് ഒന്നും അല്ലല്ലോ, ഇത്രയും ബെസ്റ്റ് തിയേറ്റേഴ്സും അല്ലല്ലോ. അപ്പോൾ ഇത് ശീലിച്ച് അങ്ങനെ വെള്ളിമൂങ്ങി മുമ്പ് റിംഗ് മാസ്റ്റർ ദിലീപേട്ടൻ ഡബ്ബിങ് കാണുമ്പോഴാണ് ഡബ്ബിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത്. അവിടുന്ന് പഠിച്ച് വീട് കോവിഡ് കഴിഞ്ഞ് ജയ എത്തി നിൽക്കുമ്പം ആണ് ഞാൻ തിരിച്ചത് ഇപ്പം എല്ലാം റിയലിസ്റ്റിക് ആയി. ഇപ്പോൾ ഒച്ച അല്ല വേണ്ടേ, ഇച്ചിരി ക്ലാരിറ്റി കുറഞ്ഞാലും അത് റിയലിസ്റ്റിക് സംസാരത്തിൽ ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ ഇപ്പം ഈ പഠിച്ചതെല്ലാം ഇനിയില്ല. അയ്യോ, അത് അയാൾ എനിക്ക് ചെയ്തെന്ന് സഹായം ഹ്യൂജ ബിപിൻ. അയാൾ അടിപൊളി ഒരു ഫിലിം മേക്കർ. അപ്പൊ അയാളുടെ നമുക്ക് പണ്ട് തൊട്ടേ അയാളുടെ ക്രേസി ഐഡിയാസ് ആണ്. ഉണ്ണിമൂല അന്ന് ഐഡിയ മുത്തുകോ ആദ്യം എന്നോടാ പറഞ്ഞ് നമുക്ക് കോൺഫിഡൻസ് ലീഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഫസ്റ്റ് പറിച്ചു. അപ്പോൾ ബിപിൻ ഇതേപോലെ ചന്ദുവിനെ പോലെ എനിക്ക് ക്രേസി ഐഡിയാസ് പറഞ്ഞിട്ടുള്ള. പിന്നെ ഗുരുവായൂർ അന്ന് പ്ലാൻ ചെയ്ത നമ്മളല്ല, പക്ഷെ പറഞ്ഞ കഥകളിലൊരെണ്ണം. പക്ഷെ അത് കഴിഞ്ഞൊരു 10 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ലേണിംഗ് അതാ, ഹിറ്റുള്ളപ്പോഴും ഹിറ്റില്ലാത്തപ്പോഴും ഉള്ള ജീവിതം. ഇന്ന് ബിബിനോട് ഞാൻ വാഴ കണ്ടിട്ട് വിളിച്ചു ചോദിച്ചു എങ്ങനെയാ ഈ അപ്ഡേറ്റഡ് ആയി നിൽക്കുന്നത്. നാച്ചുറലി വാഴ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് 3 Idiots ഒരു വെൽ അഡാപ്റ്റഡ് കേരള സ്റ്റോറി ആയിട്ട് തോന്നി, നമ്മുടെ നാട്ടിലെ രീതിക്ക്. അത് പുള്ളി അപ്പം പുള്ളിയുടെ ചുറ്റും പിള്ളേരാ, അല്ലാതെ അത് പറ്റൂലല്ലോ. അപ്പം ഈ ജയഹേ ഡബ് ചെയ്യിച്ചപ്പം ആണ് ഞാൻ ഈ എഫക്ട്സ് കിട്ടിയത്. ഇതൊക്കെ നാച്ചുറലി ക്രൈം ഫയൽസിൻ്റെ ഡബ്ബിങ്ങിന് ഹെൽപ്പ് ചെയ്യും. കാര്യം അഹമ്മദ് എന്നോട് പറഞ്ഞിരുന്നു മനോജ് ഒരു സ്കൂൾ മാഷാണ്. ആക്ച്വലി മനോജ് സാർ ഒരു ടീച്ചർ ബൈ പ്രൊഫഷനാണ്. അപ്പം അത് കൊണ്ട് പോലീസ് അല്ല, നമുക്ക് സാധാരണ പോലീസ് എന്ന് പറയുമ്പോൾ ഒരു അതായത് നമ്മുടെ ബോഡി ലാംഗ്വേജിനെയാണ് പുള്ളി ഡിഫൈൻ ചെയ്യുന്നത്. അതെ, എയർ പിടുത്തം അപ്പം തന്നെ പോയി പോലീസാണെന്നുള്ള തോന്നലേ വേണ്ട, മാഷാണെന്ന് അങ്ങ് ചിന്തിക്കുക. അത് പക്ഷെ ഓരോരുത്തരും എനിക്ക് തരുന്ന ഫീഡിങ്ങിനെ കുറിച്ച് ഞാൻ അറിയാൻ പറഞ്ഞു, എനിക്കത് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പം ഇങ്ങനൊക്കെ നമുക്ക് ലേമാൻസ് ലാംഗ്വേജിൽ പറഞ്ഞു തന്നു. അല്ലാതെ കഥാപാത്രത്തിൻ്റെ ആ സമയത്തെ അതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല. ഇയാൾ പോലീസല്ല, പോലീസ് യൂണിറ്റ് വിട്ട മാഷ, ഓക്കെ. അപ്പം തന്നെ നമ്മളൊന്ന് ഒരു റിലാക്സ്. ഇപ്പം ജയഹേ ഡബ്ബ് ചെയ്യിച്ചപ്പോൾ ബിപിൻ ദാസ് പറഞ്ഞു അത് കാഷ്വലി പറ, ക്ലാരിറ്റി പോയിക്കോട്ടെ. ക്ലാരിറ്റി പോയിക്കോട്ടേന്നോ, അതൊരു പുതിയ കാര്യമാണല്ലോ. സാധാരണ എഞ്ചിനീയേഴ്സ് നമ്മുടെ തലയ്ക്ക് കയറി അവരെ ഞാൻ ബുദ്ധിമുട്ടിക്കും. ജിതൻ ചേട്ടൻ പേരെടുത്ത് ഞാൻ പറയും, വിനുവേട്ടൻ അല്ലെങ്കിൽ ഫ്രാൻസിസ് ഏട്ടൻ, ഒരുപാട് പേര്, അവരെയൊക്കെ ഞാൻ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അവർ പുറത്തിറങ്ങിയിട്ട് എന്ന് പറയുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഒരു കാര്യമായിരുന്നു. ക്ലാരിറ്റി ഇല്ലാതെ പറഞ്ഞു. അപ്പോൾ ഞാൻ ക്ലാരിറ്റി ഇല്ലാതൊക്കെ പറഞ്ഞു നോക്കി, ഓക്കെ. അപ്പോൾ ഞാൻ അവിടെ പോയി കേട്ടു. അപ്പോൾ ഇത് എനിക്ക് നമുക്കത് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാം. പിന്നെ 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 കണ്ടു കഴിയുമ്പോൾ ശരിയാണ്, ജീവിതത്തിൽ ഇപ്പോൾ ഇത്രയും ഞാൻ ചേട്ടൻ്റെ അടുത്ത് നിന്നിട്ട് എന്തുണ്ടെന്ന് ചോദിക്കണ്ടേ, എന്തുണ്ട് വിശേഷം ചോദിച്ചാൽ അങ്ങനെ കുറേ പേര് എനിക്ക് ഭാഗ്യത്തിന് പോസ്റ്റ് കോവിഡ്, മിഥുൻ ഈ പറഞ്ഞ പേരുകളായിട്ട് പറയുന്നില്ല, ഇവരൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. അതൊരു പുതിയ ലേണിങ്ങുകൾ തന്നു. ഒരു പാട്ട് ഇത്രയും ഞാൻ രാജേട്ടന് മെസ്സേജ് അയച്ചു,
ഒരു പാട്ടിന് ഒരു സിനിമയെ ത്രൂ ഔട്ട് വേഷം ചെയ്തതിനേക്കാളും ഇമ്പാക്ട് വലിയ ഇമ്പാക്റ്റ് ആണ്. കൊച്ചു കുട്ടികളില്ലേ കുഞ്ഞുങ്ങൾ 3 ടോഡ്ലേഴ്സ് അല്ലെങ്കിൽ ജസ്റ്റ് അവർക്ക് ഈ കൃഷ്ണ കൃഷ്ണ അങ്കിളായിട്ട് തിരിച്ചറിയുമ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം ഒരു പുതിയ തലമുറയിലോട്ട് നമ്മുടെ മുഖം എത്തി. നമ്മൾ നേരത്തെ ഈ വിപിന്റെ കാര്യം പറഞ്ഞ പോലെ കുറച്ച് അടുത്ത സ്റ്റെപ്പിലൂടെ ഒരു അപ്ഡേറ്റ് ചെയ്യാണല്ലോ. ആ കുട്ടിക്ക് ഇനിയിപ്പം കൃഷ്ണ കൃഷ്ണ അങ്കിളാ മതി, അവന് ഞാനിങ്ങനെ ഒരാൾ ഉണ്ടെന്നറിയാം.